ഞാൻ ഇത്രയും ഓർത്തഡോക്സ് ഫാമിലിയിൽ ജനിച്ചവല എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്തിനാ ഷർട്ട് ലുങ്കിയൊക്കെ ഇട്ടിട്ട് നടക്കുന്നത്? ഭയങ്കര കംഫർട്ടാണമ്മ, ഭയങ്കര കംഫർട്ടാണ്. നീ തെറ്റായി പോയി ബയോളജിക്കൽ വുമൺ ആയിട്ട് ജനിച്ചോ? അതില്ല, ഇല്ല, ഒരിക്കലും ഇല്ല. നിന്റെ നട, നിന്റെ പേച്ച്, നിന്റെ ഈ ഗംഭീരമൊക്കെ കാണുമ്പോ നീ യു ഷുഡ് ഹാവ് ബോൺ ആസ് എ മാൻ. അമ്മ അത് നമുക്ക് സെൽഫ് സമാധാനം. നമ്മൾ ഇപ്പൊ ഇവിടുത്തെ പുരുഷ പ്രിവിലേജിന് ഒരിതുണ്ട്, ഒരു പവർ ഉണ്ട് ആണുങ്ങൾക്ക് എന്ന് പറയുന്നത്. കേരളത്തില് അല്ല, ഡൊമിനൻസ് തന്നെയാണ് അമ്മ. നമ്മൾ ഇന്ത്യയിൽ തന്നെ ഇപ്പം നമ്മളെ മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ സ്ത്രീകളെ കണ്ടിട്ടില്ലല്ലോ അധികം. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ഒരു ഡൊമിനേറ്റിംഗ് സാധനം ഞാൻ വളർന്നു വന്ന സാഹചര്യം മുതൽ ഇതുവരെ ഞാൻ കാണുന്നുണ്ട്. അപ്പം എൻ്റെ ഒരിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആളുകൾക്ക് ഇങ്ങനെ എന്താടാ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവിടെ ഒന്ന് സറണ്ടർ ആവുന്നു എന്നൊരു മോഡാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രാക്ടിക്കൽ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്ന് നാച്ചുറലി എനിക്ക് കുറേ എൻ്റെ പ്രശ്നങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിലോട്ട് വന്നപ്പം ഞാൻ ഓട്ടോമാറ്റിക്കലി എൻ്റെ ലൈഫ് കൊണ്ട് കുറേ പഠിച്ച് ഞാൻ ബോൾഡായിട്ടുണ്ട്. അത് കൂടാതെ എൻ്റെ ആക്ടിവിറ്റികളും ബോൾഡാക്കിയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഈ പറഞ്ഞ മുണ്ടെടുത്തതായിക്കോട്ടെ, ഷർട്ട് ഇട്ടതായിക്കോട്ടെ, മുണ്ടും ഷർട്ടും ഒരു കോൺഫിഡൻസ് ആണ്. അത് നിനക്ക് കോൺഫിഡൻസ്, നിനക്ക് തോന്നുന്നു അതെന്തെങ്കിലും ഇമ്പാക്ട് ചെയ്തു ഈ പുറത്തേറുള്ള ഉണ്ട്. അത് ഇമ്പാക്ട് ചെയ്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇന്ന വസ്ത്രമേ ഇന്ന ആളുകൾ ഇടാവൂ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മുണ്ടും ഷർട്ടും ഉടുത്തതിന് ശേഷം കുറെ കോൺട്രവേഴ്സികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ മുണ്ട് ഷർട്ട് വിവാദം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ബിഗ് ബോസിൽ നിൽക്കുന്ന സമയത്ത് അധികവും ഉപയോഗിച്ചിരുന്ന മുണ്ട് ഷർട്ടുമായിരുന്നു. അപ്പൊ അതൊക്കെ പുറത്ത് ആളുകൾ കൂടുതലായിട്ട് അനുകരിക്കാനും കോളേജിൽ സ്റ്റുഡൻസുകളൊക്കെ അത് എടുക്കാനും തലയിൽ ഒരു ഉണ്ടക്കെട്ട് കെട്ടിയിട്ട് എൻ്റെ സ്പെക്സ് ഒക്കെ വെച്ചിട്ട് ഒരു ഫെമിനിസം മോഡൊക്കെ ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ആളുകൾ ട്രൈ ചെയ്യാനൊക്കെ തുടങ്ങിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് അത് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ എൻ്റെ കോൺഫിഡൻസിനും എൻ്റെ ബലത്തിനും അതുപോലെ എൻ്റെ എനിക്ക് നല്ല ഇതാണ്, ഭയങ്കര ഫ്രീ ആണ്. മുണ്ടൊക്കെ ഇങ്ങനെ എടുത്ത് മടക്കി കുത്തും, നല്ല കാറ്റൊക്കെ അടിച്ച് നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ ഇറങ്ങാം. നല്ലതാണ് അമ്മ മുണ്ടെടുത്ത് നോക്കണം, നല്ല രസമാ അത്. എന്നെ ഇവള് ചേഞ്ച് ചെയ്യുന്നുണ്ട്. എനിക്കൊക്കെ മുമ്പേ അമ്മ മുണ്ടൊക്കെ ഉടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ, കയ്യിലും മുണ്ടും ബ്ലൗസും ഒക്കെ ഉടുത്ത് നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടില്ലേ. അപ്പൊ പിന്നെ എന്താണ്, ഞാൻ പിന്നെ മടക്കിയും കൂടെ കുത്തുന്നു. അത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഡ്രസ്സായിരുന്നത്. നീ ഇട്ടപ്പോ എനിക്ക് ഐ ഫെൽറ്റ് നൈസ്, നന്നായിട്ടുണ്ടായിരുന്നു. അതെ. പക്ഷെ ഞാൻ അത് ഇട്ട് നടിക്കുമ്പോ എനിക്ക് കംഫർട്ടില്ല. എനിക്ക് തോന്നുന്നു അമ്മ ഈ ജീവിക്കാനാണല്ലേ അമ്മ എല്ലാം നമ്മൾ എടുത്ത് ചെയ്യുന്നത്. ശരിക്കും കംഫർട്ട് അല്ലെങ്കിലും അത് അമ്മയുടെ സ്റ്റോറിയിൽ കുറെ അമ്മ എഴുതിയിട്ടുണ്ട്. അപ്പം അത് കംഫർട്ട് അല്ലായിരുന്നിട്ടും നിങ്ങളത് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് ഐ ഫെൽറ്റ്, എനിക്കൊരു വിഷമമാണ് എനിക്ക് ശരിക്കും അതൊക്കെ കേൾക്കുമ്പോൾ. ഇപ്പോ നിന്റെ മോന് എന്താ ചെയ്യുന്നുണ്ട്? ഇപ്പൊ അവൻ എന്നെ വിളിക്കും പറ. നാനി അമ്മമ്മ, ഞാന് ഇവളുടെ മോനുക്ക് അമ്മമ്മ. അതെ. എന്താ ചെയ്യുന്നുണ്ട്? എൻ്റെ മോൻ മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇൻ്റഗ്രേറ്റ് മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. അവന് ഫുട്ബോൾ പരിപാടിയൊക്കെ, ഫുട്ബോൾ ഉണ്ട്, അവന് എല്ലാം ഉണ്ട്, അത്ലറ്റിക്, ഫുട്ബോൾ. അവന് 6.1 അല്ലേ ഹൈറ്റ്? 6.1 ഹൈറ്റ് ഉണ്ട്. ഇത് ഇവ ഇങ്ങനെയും പോണം, അങ്ങനെ ആ ഫോട്ടോ അയച്ചു കൊടുക്കണം. സിംഗിൾ പാരന്റ് ആൻഡ് ഓൺലി സൺ. നീ അവൻ എത്ര ടോർച്ചർ ചെയ്യുന്ന നിനക്ക് മനസ്സിലായോ? അയ്യോ, നീ അവന് ചെയ്യുന്ന ടോർച്ചർ ഇന്ന് രാവിലെ തന്നെ എനിക്ക് ടെൻഷനായി. അവന് പാവം, അവന് പറഞ്ഞു, ഞാൻ പറയാമേ, ഞാൻ പറയാം, ഞാൻ അവിടെ ഇപ്പോ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നു, ഞാൻ പറയാം. ഇന്നടാ നീ ഇത് എന്തിന് അവൻ പറയട്ടെ, അവൻ ഇറങ്ങി പറയൂലേ. അല്ല, അത് എന്താന്നറിയാം, അവസരം രാത്രി 7 മണിക്ക് കയറിയതാണ്. അപ്പൊ അമ്മയാണ് നോക്കുന്നത്, എൻ്റെ ഉമ്മച്ചി. അപ്പൊ ഉമ്മച്ചി അവനെ വെയിറ്റ് ചെയ്ത് കുറെ നേരം നിന്നു. അത് കഴിഞ്ഞിട്ടാണ് ഉമ്മച്ചി ഒന്ന് ജസ്റ്റ് പുറത്തോട്ട് പോയത്. അപ്പൊ മക്കളെ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഫോണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവനെ വിളിച്ചത്. അവനെ വിളിച്ചപ്പോഴത്തേക്ക് അവൻ അവിടെ നിന്ന് ഒരു ബസ് കയറി വേറൊരു വണ്ടിയിലായി പോയി. അവനത് ഒരിടത്ത് ഇറങ്ങി, അവിടെ നിന്ന് പിന്നെ ബസ് കയറി. അതൊക്കെ എനിക്കറിയാം. നീ ഇനി നിന്റെ ഫ്രണ്ട്സ് കൂട്ടുകാരുമായിട്ട് നീ ഈ പരിപാടിയൊക്കെ വെക്കരുത്. എന്തായത് എനിക്ക് തോന്നിയത് അവൻ വന്നിട്ട് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ടുണ്ടാവുമെന്ന്. അവൻ അങ്ങനെയല്ല. അവനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. കുറെ ദിവസമായില്ലേ കോളേജിൽ പോയിട്ട്. സോ ദാറ്റ്സ് വൈ, അതുകൊണ്ടാണ്
ഭയങ്കരമായിട്ട് ചോദിച്ചത് ടെൻഷനാ അത്. മനസ്സിലായി. അത്രയ്ക്കും വൺ പേഴ്സൺ യു ഹാവ് ഇൻ യുവർ ലൈഫ്, യുവർ ഫ്ലഷ് ആൻഡ് ബ്ലഡ്. എന്നെക്കാട്ടിലും വലുത് അമ്മ. ഭയങ്കര ഇത് ഉമ്മച്ചി വെയിറ്റ് ചെയ്തിരിക്കുമല്ലേ, ഇപ്പം ഇപ്പോഴും ഞാൻ ഇവിടെ ഇരിക്കല്ലേ അമ്മ ചെയ്യുന്നത്. സോ എത്ര ഫ്രണ്ട്സ് ഉണ്ട്? എനിക്ക് ഭയങ്കര ക്ലോസ് സർക്കിളിൽ വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. ഫ്രണ്ട്സ് ഉണ്ടോ? ഉണ്ട്, വളരെ ഫ്രണ്ട്സ് ഒക്കെ നല്ല ഫ്രണ്ട്സുകളാണമ്മ. അവർ പാവം എന്നാ പറഞ്ഞത്, നീ പാവം പറഞ്ഞു. നിന്റെ ഒപ്പം ഫ്രണ്ട്ഷിപ്പ് വെക്കാൻ എത്ര കഷ്ടം എന്ന് എനിക്കറിയാമല്ലോ. അതെ. ഈ രഹന ഫാത്തിമ അവരെങ്ങനെ ഫ്രണ്ടായി നിനക്ക്? അവളെനിക്ക് ഏകദേശം ഒരു 10 വർഷത്തിൽ മേലായി എൻ്റെ നല്ല സുഹൃത്താണ്. രഹന ഈ പറഞ്ഞ പോലെ എന്നെ പോലെ തന്നെയാണ്. ഈ വളരെ സാധാരണ ഒരു ഫാമിലീസിൽ നിന്ന് വന്ന് ഒരുപാട് വിഷയങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്ത് അവള് BSNL വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പരിചയപ്പെടുന്നത്. അവരുടെ ആദ്യത്തെ മുന്നുണ്ടായിരുന്ന പാർട്ട്ണറുമായിട്ടായിരുന്നു എനിക്ക് ആദ്യം കമ്പനി ഉണ്ടായിരുന്നത്. ഫൈനലി അയാളുമായിട്ട് ഭയങ്കര പ്രശ്നമായി. കാരണം അയാൾ എൻ്റെ ലൈഫിൽ ഭയങ്കര പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാക്കി. രഹനയും കൂടെ അതിൻ്റെ പാട്ടൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും അവൾ എന്നെ വിട്ടുകൊടുത്തിട്ടുമില്ല, ഞാൻ അവളെ വിട്ടുകൊടുത്തിട്ടുമില്ല. അവൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു വുമണാണ്. അതുകൊണ്ടിട്ട് ഞാൻ അവരെ വളരെ അടുത്തൊരു സുഹൃത്താക്കി തന്നെയാണ് ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത് മുന്നോട്ട്. ഇല്ല, ഈ രഹന ഫാത്തിമ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഐ ഡോണ്ട് മൈൻഡ്. പക്ഷെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ കോൺട്രവേഴ്സി ഇഷ്യൂസ് ആണെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതില് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അവൾ കോൺട്രവേഴ്സി ആയിട്ട് ചെയ്യുന്ന വിഷയങ്ങളിൽ കുറേ കാര്യങ്ങളൊക്കെ സിമിലറാണ്. എനിക്കും ഞാൻ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് ചിലതൊക്കെ. ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവൾ ചെയ്യുന്നത്. അവളെന്നല്ല, അത് ഏതൊരു സ്ത്രീകൾ ചെയ്താലും ഞാൻ അത്തരം വിഷയങ്ങളെ അനുകൂലിക്കുന്ന ഒരാളാണ്. കാരണം സ്ത്രീകൾക്ക് പ്രിവിലേജ് ഇല്ല, അല്ലെങ്കിൽ സ്ത്രീകൾ ഇത് ചെയ്യാൻ പാടില്ല, അതേ ചെയ്യാൻ പാടുള്ളൂ, അവരിത് ചെയ്താൽ മോശപ്പെട്ടവരാകുന്നു എന്ന സാഹചര്യത്തിലൊക്കെ ഒരു സ്ത്രീ അനുഭവിക്കുന്ന സ്ട്രഗിളിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ എത്തിക്സ് എന്നെ പഠിപ്പിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ രഹന ചെയ്യുന്ന ആക്ടിവിറ്റികളിൽ കുറേ അധികം കാര്യങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഒരു കാര്യം, ഈ ശബരിമല അതിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുക. ശബരിമല വിഷയത്തില്, ശബരിമലയിൽ അവള് കയറി, സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിരുന്നു, സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചു കൊണ്ടിട്ടുള്ള വിധി. ആ വിധിയിൽ അവൾ അത് ചെയ്തു. പക്ഷെ അത് വിശ്വാസികൾക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം എന്നോടത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ ചെയ്യില്ല. പക്ഷെ ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകളെ എനിക്ക് എതിർക്കാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് അത് ചെയ്യരുതെന്ന് പറയാനും പറ്റില്ല. പക്ഷെ ഐ സപ്പോർട്ട് ദാറ്റ് കൈൻഡ് ഓഫ് അതുപോലത്തെ കാര്യങ്ങളിൽ എന്ന് പറയുന്നത്. ഈ റീസെൻ്റ്ലിയും ഒരു ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി, കഴിഞ്ഞ ബിഗ് ബോസിലുണ്ടായിരുന്ന പെൺകുട്ടിയാണ്. അവർ ഇതുപോലെ അമ്പലക്കുളത്തിൽ അവർ കാല് കഴുകി ഒരു റീൽസ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായി. അത് ഇതുപോലെ പുണ്യാഹം തളിക്കണം, അത് ഇത് ശുദ്ധികലശം നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലും ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, ഈ 20-ാം നൂറ്റാണ്ടിലും എന്തിനാണ് ഇത്തരത്തിലുള്ള മതഭ്രാന്ത് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റൊക്കെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. അത് ആ കുട്ടിയെന്നല്ല, ഏതൊരു സ്ത്രീ എന്ന് പറഞ്ഞാലും. ഞാൻ കാര്യം പറയട്ടെ, ഇതൊക്കെ നീ മുസ്ലിം, അതെ, ഫാത്തിമ മുസ്ലിം, ഈ ജാസ്മിൻ ഫാത്തിമ മുസ്ലിം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഫാത്തിമ എത്തിക്സ് ഇത് മതമില്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് ഫാത്തിമ. മതമില്ല, അത് നിനക്ക് ഓക്കെ. പക്ഷേ കമ്മ്യൂണിറ്റി എന്താ അവളുടെ? മുസ്ലിം. ഈ ജാസ്മിൻ മുസ്ലിം. അപ്പൊ നിങ്ങൾ ഇത് പർപ്പസ് ആയിട്ട് ചെയ്യുന്നത് പോലല്ല. അല്ലമ്മ, ഇതിനകത്ത് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമുക്ക് തന്നെ മസ്ജിദില് നമുക്ക് പ്രേയർക്ക് നമുക്ക് പോവാനില്ല. ഇപ്പോഴാണ് ഇനി ഒരു ഫ്ലോർ കട്ടിട്ട് ലേഡീസ് ക്യാൻ കം ബട്ട് ഇൻ ദി അതർ വേ എന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് റൂൾ ആയിരുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ കാസ്റ്റ് വരുമ്പോൾ നമ്മ അങ്ങനെ തന്നെ ആ റൂൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് നമ്മ അത് ഫോളോ ചെയ്യുന്നുണ്ട്. നീ ഖുറാൻ ബുക്ക് കൊണ്ടുപോയി ബാത്റൂമിൽ വെക്കോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ അതിനെയൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ല. ഞാൻ പറയാൻ വരുന്നത് അത് നമ്മൾ ചെയ്യില്ലല്ലോ, അത് നമ്മുടെ പാക്കീജ. അല്ല, ഞാൻ ചെയ്യത്തില്ല, ഞാൻ ഇതൊന്നും ചെയ്യത്തില്ല. പക്ഷെ ചെയ്യുന്നവരെ, ഖുറാൻ കൊണ്ട് വെക്കുന്നവരെ ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇല്ല, ഞാൻ പറയുന്നത് കേക്ക്. ഇപ്പോൾ ഈ
അപ്പോ ഇതൊക്കെ കാണുമ്പോൾ ഇത് പർപ്പസ് ആയിട്ട് ചെയ്തതുപോലെ തന്നെ തോന്നും. ഇല്ല ഞാനത് അങ്ങനെ നീ വിശ്വസിക്കില്ല, നിന്റെ കാര്യം വിട്. നീ അത് അറിയാതെ പോയാണ് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലല്ല നിന്റെ പോയിന്റ് ഓഫ് വ്യൂ വേറെ, മക്കളുടെ പോയിന്റ് ഓഫ് വ്യൂ വേറെ, എന്റെ പോയിന്റ് ഓഫ് വ്യൂ വേറെ. ഇപ്പൊ എന്നെ ചോദിച്ചാല് ഈ കാൽ കഴുകുന്നത് ഈ കുട്ടി എന്തിനു ചെയ്യണം, അതിന് മുമ്പ് എടുത്ത് ആക്ച്വലി എവിടെയും പറഞ്ഞില്ലല്ലോ, ഞാൻ എല്ലാ അമ്പലത്തിലും പോകുന്നുണ്ട്, എന്നെ അമ്പലത്തിലും വരരുതെന്ന് പറയരുതില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഫോട്ടോ എടുക്കില്ല, ഞാൻ അങ്ങനത്തെ കാര്യം ഒന്നും ചെയ്യില്ല, അങ്ങ് വീഡിയോ എടുക്കില്ല. പർപ്പസ്ലി എന്തിന്? വൈ ആർ യു ഡൂയിങ്? അല്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അമ്മ? എന്താ ഇഷ്ടം? അവര് ഓരോരുത്തരുടെ താല്പര്യമാണ്. ഇപ്പൊ ഒരു റീൽസ് ചെയ്തത് അവര് കാല് കഴുകണമെന്ന് വിചാരിച്ച് കഴുകിയതല്ല, അവരിങ്ങനെ ഒരു കാലിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തെന്നിയ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു അതിനകത്ത്. അതിനാണ് ഇത്രയും ഇതുണ്ടാക്കിയത്. തെറ്റ് തന്നെയാ. എനിക്കത് എത്രയോ അമ്പലത്തില് മുസ്ലിംസ് അലൗഡ് ഇല്ല. അപ്പോ അത് അവരുടെ പ്രയോറിറ്റി. അമ്പലത്തിൽ പോവാറുണ്ടല്ലോ, ഞാനും പോവാറുണ്ടല്ലോ, നമ്മൾ ഒരുമിച്ചൊക്കെ പോയിട്ടുണ്ട്. നമ്മ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തോ ചെയ്യില്ല, നമ്മള് അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ ജസ്റ്റ് ഒക്കെ സെൽഫി ഒക്കെ ഇട്ടിട്ടുണ്ടാവും, പക്ഷെ അങ്ങനെ ഇല്ല. ഇതൊക്കെ ഒരു പർപ്പസ് ആണെന്നോ, ഇനി പർപ്പസ് ആയിട്ട് ചെയ്യട്ടെ അമ്മ. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് സ്ത്രീകളെ മാറ്റി നിർത്തിയും പുരുഷനെ മാറ്റി? ഇത് അമ്പലമായാലും പള്ളി ആയാലും ഒക്കെ എന്റെ നിലപാട് ഇത് തന്നെയാണ്. അത് എല്ലാവരും ചോദിക്കുന്നു, നിങ്ങളെ മുസ്ലിം മതം, നിങ്ങളെ പള്ളിയിൽ നിങ്ങൾക്ക് അത് വേണ്ട, എല്ലാം വേണമെന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ ഇതൊന്നും വേണ്ടെന്ന് മോളെ, നമുക്ക് പീരിയഡ്സ് ആവുന്നുണ്ടല്ലോ. അതെ, ആ 3 days നമ്മ നമാസ് പഠിക്കോ? ഇല്ല, അതാ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന സാധനമാണത്. എനിക്ക് അതിനോടൊന്നും വിശ്വാസമില്ല, അത്തരം കാര്യങ്ങളോടൊന്നും വിശ്വാസമില്ല. നമ്മളെ ശരീരത്തിൽ ഉണ്ടായി പോകുന്ന ഒരു അവസ്ഥ അമ്മ, നമ്മളെ ജനിപ്പിച്ചപ്പോഴേ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ബോഡിയിൽ ഉണ്ടായ ഒരു അവസ്ഥ, എന്തിനാണ് അതിനൊരു മാറ്റം കൊണ്ടുവരുത്തുന്നത്? നമ്മളെ ഏത് രീതിയിലായാലും നമ്മൾ ദൈവത്തെ വിളിച്ചാൽ ആ ദൈവം കേൾക്കും. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എപ്പോ വിളിച്ചാലും ആ ദൈവം കേൾക്കും. ശുദ്ധിയും അശുദ്ധിയും ഒന്നും ദൈവമല്ല നിശ്ചയിച്ചിരിക്കുന്നത്, ഇവിടുത്തെ മനുഷ്യരാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇവിടുത്തെ അന്ധവിശ്വാസങ്ങൾ മനുഷ്യരുണ്ടാക്കി കൊണ്ടുവന്നതാണ്. ഒരിക്കലും ഇതൊന്നും ദൈവം കൊണ്ടാക്കിക്കൊണ്ട് തന്ന് നിങ്ങളിത് ചെയ്യുന്ന പറഞ്ഞിട്ടില്ല. ഞാനൊരു വിശ്വാസിയാണ്. ഇന്ന് ഞാൻ പടച്ചോനെന്നാണ് വിളിക്കുന്നത്. എല്ലാ ദൈവങ്ങളോടും എനിക്ക് റെസ്പെക്റ്റ് ആണുള്ളത്. കാരണം ഞാൻ ജനിച്ചു വീണത് ഞാനൊരു മുസ്ലിം മതസ്ഥയായിട്ടുള്ള ഒരു പെണ്ണായതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മളുടെ ജേണി അങ്ങനെ തന്നെയായിരിക്കും. അപ്പം മറ്റുള്ള മതസ്ഥന് എല്ലാത്തിനെയും ഞാൻ ബഹുമാനിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ ഒരു ആചാരവും അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് മതങ്ങളെ മാറ്റി ഓരോ മനുഷ്യരെയും അതിലേക്ക് തള്ളിവിടുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളോട് എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ല, വിശ്വാസമില്ല. ഇവിടുത്തെ ഭൂരിപക്ഷം മനുഷ്യർക്കും ഞാൻ പറയുന്നതിനോട് അവർ യോജിക്കത്തുമില്ല. പക്ഷെ ഞാൻ എൻ്റെ നിലപാട് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അമ്മ പറയുന്നതൊക്കെ ശരിയാണ്. പലർക്കും അത് വേദനിക്കാം, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, നമ്മൾ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ടാകുന്നു. അത് അവരുടേതായിട്ടുള്ള ചിന്ത. നമുക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യാതെ പോയി സ്വാമി കുമ്പിടിട്ട് വരണം. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാത്തത്. എനിക്ക് മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്നില്ലാത്തത് കൊണ്ടാണ് ഞാൻ നേരിട്ടത് ചെയ്യാത്തത്. അത്തരത്തിലുള്ള വീഡിയോസ് ഫോട്ടോസുകൾ ഷെയർ ചെയ്തോ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റേതായിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്തിട്ടൊന്നും ഷെയർ ചെയ്യാത്തത്. പക്ഷേ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും. അത് എൻ്റെ തോട്ട് അങ്ങനെയാണ്. നിന്റെ തോട്ട് അങ്ങനെ. ഓക്കെ, ഐ എം ഓപ്പോസിറ്റ് ടു ഇറ്റ്.